തിരുവനന്തപുരമുണ്ട്. ഇന്ന് ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമെന്ന് എന്നോട് സംബന്ധിച്ചിരുന്നതുമാണ്. ഇന്നലെ രാത്രി വരെ തിരുവനെ എന്നെ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ വിവാഹത്തിന് ചുമതലപ്പെട്ട ആളുകൾക്കേന ഞാൻ അറിയുന്നത് പരിശുദ്ധ ബാവാചാര്യയുടെ ജന്മദിനം പ്രമാണിച്ച് പെരുമലയിൽ ഒരു ലഘുവായ വ്യക്തിയെ വച്ചിട്ടുണ്ട്. അതിന് തിരുവേദിക്ക് അവിടെ സംബന്ധിക്കേണ്ടതുകൊണ്ട് അത്ര മണിക്കൂറുകൾ മാത്രമേ വരികയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. പറയാൻ കാരണം നമ്മുടെ പള്ളിയിലെ തിരുവേദിമാർ വരുന്നത് അത്ര പതിവുള്ള ഒരു കാര്യമല്ലല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ ഒരു അവസരം വീട് കിട്ടുമ്പോൾ നമ്മുടെ ആളുകളെല്ലാം അത് കാണുകയും കേൾക്കുകയും ചെയ്യത്തക്കവണ്ണം ഒരു ക്രമീകരണവും നമ്മൾ ചെയ്തു. എന്നാൽ നമുക്ക് അതിന് ഭാഗ്യമില്ലാതെ പോയി. ഇവരെ 10 മണി കഴിഞ്ഞ് മാത്രമേ വരികയുള്ളൂ. ആ കാര്യം ഞാൻ ആമുഖമായി പറയുകയാണ്. വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം ഉള്ള ആഴ്ചകൾ കന്യകയിൽ നിന്ന് ദൈവ നിർണയപ്രകാരം ഉദയം ചെയ്ത നിസ്തുലനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം അതുപോലെ അടർത്തിയെടുക്കേണ്ട അനേക ജീവിത അനുഭവങ്ങൾ വളരെ ഭാവാർത്ഥതയോടെ വിവരിക്കുന്ന ഭാഗങ്ങളാണ് വിശുദ്ധ വേദഭാഗത്തിനായി ക്രമീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ മത്തായി സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ശിഷ്യന്മാർക്ക് ദുഃഖമുണ്ടായി എന്നാണ് ഇവിടെ ആദ്യം പറയുന്നത്. അവർ ദുഃഖിക്കാൻ കാരണം തന്റെ മരണത്തെക്കുറിച്ച് യേശു അവരോട് പറയുകയാണ്. മനുഷ്യരുടെ കൈകളിൽ മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു, അവർ അവനെ കൊല്ലും. ശിഷ്യന്മാർ ആകെ ദുഃഖിച്ചുപോയി. ഈ ദുഃഖകാലത്ത് അവർക്ക് അവർക്കൊന്നിരിക്കുമ്പോഴാണ് ചുങ്കം പിരിക്കുന്നവര് പത്രോസിനോട് വന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? ഉടനെ പത്രോസ് തന്റെ ഫോണെടുത്ത് ഒരു ടെക്സ്റ്റ് മെസ്സേജ് യേശുവിന് അയച്ചില്ല. ഇങ്ങനെ ഞാനിപ്പോൾ ചോദിക്കുന്നു, നികുതി കൊടുക്കുന്നു പറയുന്നത് പറയേണ്ടത് യേശു പറയണോ നോ പറയണോ? പത്രോസ് എടുത്തുപാടെ ഉവ്വ് യെസ് എന്ന് മറുപടി കൊടുക്കുകയാണ്. ബൈബിളിൽ ഒരു ചോദ്യമുണ്ട്, കർത്താവിന്റെ മനസ്സറിഞ്ഞവനാര്, അവന് മന്ത്രിയായിരുന്നവനാര്? വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. ഭൗമജീവിതത്തിൽ കർത്താവിന്റെ മനസ്സ് നമ്മിൽ തിരിച്ചറിയാവുന്ന നിമിഷങ്ങൾ വളരെ ഭാഗ്യമുള്ള നിമിഷങ്ങൾ. വളരെ പരിചിതമായ ഒരു കവിശകലം, നിരൂപിപ്പതുമായി ചെയ്യാൻ വരിഞ്ഞു ലഭിച്ചതിൽ നിന്നിടാൻ പരമഹിതം അറിഞ്ഞുകൂടാ, ആയുസ് സ്ഥിരതയുമില്ല, കഷ്ടം ബഹുകഷ്ടമേ നരത്വം. മനുഷ്യജീവിതം കഷ്ടതരമാണ്. അതിന് 4 കാരണമാണ് കവി പറയുന്നത്. ഒന്ന്, നിരൂപിപ്പതുമായി ചെയ്യാൻ നിരൂപിക്കുന്നതെല്ലാം ചെയ്യാൻ സാധിക്കുന്നില്ല. വൈദ്യുതി ലഭിച്ചതിൽ നിങ്ങളുടെ വിചാരങ്ങൾ പലപ്പോഴും നമ്മൾ വൈദ്യുതി വയ്ക്കുന്നിടത്ത് നിൽക്കുന്നില്ല. പരമഹിതം അറിഞ്ഞുകൂടാ, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. 4-ാമത്തെ കാര്യം, ആയുസ് സ്ഥിരതയുമില്ല. ഒരു 10-20 കൊല്ലം കൂടെ ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കായിരുന്നു എന്നൊന്നും പറയത്തക്കോടെ നമ്മുടെ ആയുസ്സൊന്നും ഒരു സ്ഥിരതയുമില്ല. ഈ 4 കാരണം കൊണ്ട് മനുഷ്യ ജീവിതം കഷ്ടമാണ്. പക്ഷെ ഞാൻ ഓർത്തു പോവുകയാണ്, ഇതില് 3 കാര്യങ്ങളും ക്വയറ്റ് നാച്ചുറൽ.
നമുക്ക് നിരൂപിക്കുന്നതെല്ലാം ചെയ്യാൻ ഒക്കുകയില്ല. നമ്മൾ മരുന്ന് കഴിക്കുന്നിടത്ത് എല്ലായ്പ്പോഴും വിചാരകാലങ്ങൾ നിൽക്കുകയില്ല. നമ്മുടെ ആയുസ്സിന് സ്ഥിരതയുമില്ല. എന്നാൽ മൂന്നാമത്തെ കാര്യം, പരമഹിതം അറിഞ്ഞുകൂടാ. ഇത് പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരുന്നാൽ നമുക്ക് ഈസിയായിട്ട് നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. കർത്താവിന്റെ വാത്സല്യ ശിഷ്യന്മാര് കർത്താവിനോട് കൂടെയുള്ള സഹവാസത്തിൽ, അവരോട് കൂടെയുള്ള അധിവാസത്തിൽ നേടിയെടുത്ത വലിയ സൽഗുണങ്ങളിൽ ഒന്നാണ് പത്രോസിനോട് നമ്മൾ കാണുന്നത്. കർത്താവിന്റെ മനസ്സറിഞ്ഞ് തന്നോട് ചോദിച്ചവർക്ക് യെസ് എന്നുള്ള ഒരു മറുപടി പത്രോസ് കൊടുക്കുകയാണ്. എന്നാൽ പത്രോസിനോട് ചോദിച്ചതും പത്രോസ് പറഞ്ഞതും എല്ലാം അറിഞ്ഞിട്ട് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, ആരോടായി ഒരു നികുതി വാങ്ങിക്കുന്നത്? സ്വന്തക്കാരോടാണോ അന്യരോടാണോ? പത്രോസ് പറയുന്നത് അന്യരോടാണ്. അപ്പോഴും യേശുക്രാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവാലയത്തിന്റെ സ്വന്തക്കാരാണ്. ദൈവപുത്രനായ ഞാൻ ക്രിസ്തുവാണ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്, നമ്മൾ സത്യസഭയാണ്. അപ്പൊ നമ്മൾ നികുതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ നാം സ്വതന്ത്രരാകുന്നുവെങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ പൊളിച്ചു നോക്കണം, ഒരു നാണയം കിട്ടും, അത് നീ എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കണം. ഇത് പരിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് അത്ഭുതകരമായി യേശുക്രിസ്തു ഹൃദയം വീഴുന്നതിന്റെ ഒരു സൂചനയായി പിതാക്കന്മാർ നമ്മുടെ നമസ്കാരങ്ങളിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ. കർക്കശമായ ശില, മീന്, കുഞ്ഞാടിനെ ഉത്ഭവിപ്പിച്ച വൃക്ഷം. അവിടെ ഒന്ന് പറയുന്നുണ്ട്, കുഞ്ഞാടിനെ വൃക്ഷം നൽകി തീകൽ പാറജലം നൽകി വളരെ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് എന്ന 3 കാര്യങ്ങൾ. കുഞ്ഞാടിനെ വൃക്ഷം ഉത്പാദിപ്പിക്കുക, ഒരു മത്സ്യം ആവശ്യമായിരിക്കുന്ന എസ്തീറ കൊടുക്കുക, തീങ്കൽ പാറ ജലം കൊടുക്കുക. കന്യാമറിയാമിൽ നിന്ന് യേശു വീഴുന്നതിന്റെ സൂചനകളായി പിതാക്കന്മാർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഭാഗം. എന്നാൽ ഇവിടെ കർത്താവ് എന്താ പറഞ്ഞത്? നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ലാത്തവരാണ്, എന്നാലും അങ്ങ് ചെയ്തേ. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാറുണ്ടോ? അവനോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത്തരം വാക്ക് അവനോട് പറഞ്ഞിരുന്നാലും സാരമില്ല, ക്ഷമിച്ചേ. അവന് 10 രൂപ കൊടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്റെ കാര്യത്തിൽ അവർ സഹകരിച്ചവരല്ല, എന്നാലും സാരമില്ല, കൊടുത്തേ. അവനോട് തരുമ്പം സ്നേഹമില്ലാത്തവരാണ്, സാരമില്ല, എന്നാലും അവനെ സ്നേഹിച്ചേ. ഇതാണ് കർത്താവിന്റെ സ്വഭാവം. ആ സ്വഭാവത്തിന്റെ പ്രതിഫലനം എന്താണെന്ന് ചോദിച്ചാൽ, അവന് വേണ്ടി കടലിൽ ഒരു മത്സ്യം ആവശ്യമായിരുന്നത് കരുതി വെച്ചു എന്നുള്ളതാണ്. ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് ബാധ്യതയുള്ളതല്ലെങ്കിലും നമ്മളൊരു സാക്രിഫൈസ് എടുത്ത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കടൽ പോലും നമുക്ക് വേണ്ടി ചിലത് കരുതി വയ്ക്കും. പ്രകൃതി നമുക്ക് വേണ്ടി ചിലത് കരുതി വയ്ക്കും. ലോകം നമുക്ക് വേണ്ടി ചിലത് കരുതി വയ്ക്കും. ഒരു സമരസത്തിന്റെ, സമവായത്തിന്റെ സ്വഭാവം. ശമര്യയിലൂടെ കർത്താവ് ശിഷ്യന്മാർ കടന്നുപോയി. ശമര്യനും യഹൂദന്മാരുമായിട്ട് ഭയങ്കര യുദ്ധമാണ്
നിങ്ങൾ ഏതാത്മാവിലുള്ളവരെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിക്കാനാണ് വന്നത്. അടുത്ത വാദമാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ വേറൊരു വഴിയായിട്ട്, വേറെ ഒത്തിരി വഴികളുണ്ടല്ലോ, അവരെ കൂടെ തന്നെ പോകാമെന്ന് നിർബന്ധമില്ല. അവർ വഴി പറഞ്ഞു പറയാൻ പാടില്ലാത്തതാണ്, എന്നാൽ സാരമില്ല, വേറൊരു വഴിയൊക്കെ പോയി. മത്സരമുള്ളവരെ, ഈ സ്വഭാവമൊന്നും നമ്മിൽ നിന്ന് ഒത്തിരി അറ്റുപോയിട്ടില്ല. എന്നാലും ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു അണമനസ്സുണ്ടെങ്കിൽ, കുറച്ചൊരു വയബിലിറ്റി നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഹോം ഈസ് ഫ്രജൈൽ, ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ എന്നൊരു പുസ്തകമുണ്ട്. വളരെ നേർമയുള്ളതാണ് ക്രൈസ്തവ ഭവനം, വളരെ നേർമയുള്ളതാണ് ക്രൈസ്തവ ജീവിതം. യു ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. ഈ ഗ്ലാസ്സൊക്കെ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ആ കവറിൻ്റെ പുറകിൽ എഴുതിയിരിക്കും ഹാൻഡിൽ വിത്ത് കെയർ. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഭാര്യാഭർത്താക്കന്മാര് ഒരുമിച്ച് വീട്ടിൽ താമസിക്കുന്നു. ഒരേ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുന്നു. ആ ജന്മം കൊടുത്ത മകൻ അപ്പനെ വെട്ടിക്കൊല്ലുന്നു. ഇന്നലെ ഞാൻ ഈ യൂട്യൂബ് നോക്കിയ സന്ദർഭത്തിൽ നമ്മുടെ കെ പി ഓഫീസിന്റെ നല്ലൊരു പ്രഭാഷണം കണ്ടു. അച്ഛനെ പറയുകയായിരുന്നു, ഇപ്പോൾ ബാർബർ ഷോപ്പിൽ പോകുന്നത് ചുരുക്കമാണ്. ഞാൻ ഒന്നാൾ കൂടി ആ കമ്പിൻ്റെ പോട്ടെ ഉപദ്രവത്തേക്ക് പോട്ടെ. ഞാനൊരു ബാർബറുടെ കാര്യം അച്ഛൻ പറഞ്ഞു. ബാർബർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തുണി കൊണ്ട് അവൻ നമ്മളെ മുന്നിൽ നിന്ന് പുറകോട്ടൊന്ന് പോതെങ്കിൽ നമുക്ക് അവരെ മൊബൈൽ ഫോൺ എടുക്കാനോ നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ നമ്മളെ പുറകോട്ട് ആ തുണി കൊണ്ടൊന്ന് കെട്ടിവെക്കും. നമ്മളാരും ഇതുവരെ ബാർബർ ഷോപ്പുകാരുടെ തുണി വെച്ച് നമ്മളെ പ്രദേശം കെട്ടിക്കഴിഞ്ഞാൽ ഭയപ്പെട്ടിട്ടില്ല. കാരണം അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നല്ല മൂർച്ചയുള്ള കത്തിയാണ്. ഇതുവരെ ലോക ചരിത്രത്തിൽ ഒരു ബാർബർ തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഒരു മുടിവെട്ടാൻ വന്നവനെ പെടുതി കണ്ടിച്ച ചരിത്രം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പരസ്പരം കൊള്ളയും കൊലയും നടത്തുന്നത് വിശ്വാസത്തോട് വസിക്കണമെന്ന് കരുതുന്ന സമൂഹത്തിലാണ്. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മതയോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. നിയമപരമായിട്ട് ബാധ്യതയില്ലെങ്കിലും എന്തിനാ ശ്രമിച്ചേക്കാം, ക്ഷമിച്ചേക്കാം, വേറൊരു വഴിയൊക്കെ പോയേക്കാം, അല്ലെങ്കിൽ നികുതി കൊടുക്കേണ്ട കാര്യമില്ലെങ്കിലും അവർ തുടർച്ചയുണ്ടാകാതിരിക്കാൻ ചെയ്തേക്കാം. അത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ സർവശക്തനായ ദൈവം അനുഗ്രഹങ്ങൾ നമുക്ക് ധാരാളം തരും. ബാബു എഴുതിയ സൂചന എത്രയും പെട്ടെന്ന് നിർത്തണമെന്നാണ് ഞാനൊരു വാക്ക് ചെയ്യുന്നത്. തമ്പുരാന്റെ അനുഗ്രഹീയമായ മാതൃക, അനുഗ്രഹകരമായ നല്ല നില, അത് പ്രാപിച്ച് ഉത്തരവാദിത്വ അഭിവൃദ്ധിയിലേക്കും ആത്മീയ ജീവിതാനുഭവത്തിലേക്കും വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്